സോ ഗെയ്സ് അഗെയിൻ വന്നിരിക്കുകയാണ് പുതിയൊരു ഗെയിമായിട്ട്. പിന്നെ ഈ ഗെയിമിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതൊരു ഹൊറർ ഗെയിമാണ്. ഇവിൾ ഞാൻ 2 ആണ് ഇപ്പോൾ കളിക്കാൻ പോകുന്ന ഗെയിം. അപ്പോൾ ഇതിനകത്ത് ഈ ഗെയിം ഞാനിപ്പോൾ കളിക്കാൻ പോവാണ്. പിന്നെ വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ് അതൊക്കെ ചെയ്യുന്ന ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇവിൾ ഞാൻ 2 ഗെയിം കളിക്കാൻ പോകുന്നത്. നമ്മൾ മോഡ് സെറ്റാക്കി. പിന്നെ നമ്മൾ ഇതിനകത്ത് വേറൊരു കാര്യം പറയുവാണെങ്കിൽ ട്യൂട്ടോറിയൽ അതൊക്കെ ഹൈലൈറ്റഡ് ഐറ്റംസ്, സ്കിപ്പ് ഇൻട്രോ വേണ്ട, സ്കിപ്പ് ഇൻട്രോ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ഇൻട്രോ കാണിക്കുന്നുണ്ട്, ഒരു പാട്ട് പാടുന്നുണ്ട് ആദ്യം. പാട്ട് കേൾക്കണോ? ഞാൻ സ്കിപ്പ് അടിക്കുമാവും. അതെന്നാന്ന് വെച്ചാൽ അത് എന്തോ പാട്ട് പാടി എന്തോ സംഭവം ചെയ്യുന്നതാണ്. അത് ഞാൻ സ്കിപ്പ് അടിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് വെപ്പൺ എസ്കേപ്പ് ഉണ്ട്. ഇതിനകത്ത് 2 എസ്കേപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഒന്നാമത്തെ എസ്കേപ്പ് ചെയ്യാൻ പോവാണ്. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ വെപ്പൺസ് ക്രാഫ്റ്റ് ചെയ്യാനാണ്. ഇപ്പോൾ വെപ്പണിൻ്റെ കുറേ സംഭവം ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെയുള്ള ഈ സാധനം നമുക്ക് ഡ്രോയർ തുറന്ന് നോക്കാം. നമുക്ക് വെപ്പൺ എസ്കേപ്പ് അല്ല നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് വേറെ ഒരു എസ്കേപ്പ് ഉണ്ട്. പിന്നെ ഇവിടാണ് ഒരു കോഡ് കാണുന്നുണ്ട്, 1918. അപ്പോൾ ആ സംഭവം ഒന്ന് മറക്കാതെ വെക്കുക. പിന്നെ ഇത് നമുക്ക് ഇത് കണ്ടോ, ഈ എഗ്ഗ് നമുക്ക് ഇതിനകത്ത് എഗ്ഗ് ഉപയോഗമുണ്ട്. ഇത് എസ്കേപ്പിനൊന്നും അറിയത്തില്ല സംഭവം. ഞാൻ ഇതിൻ്റെ താഴോട്ട് ഇറങ്ങുവാണ്. നമുക്ക് അവിടെയാണ് കാര്യപരിപാടിയെല്ലാം ഇരിക്കുന്നത്. ഇതെന്നാ പറയുന്നത്, മറ്റേ ബാക്ക്ഗ്രൗണ്ട് അല്ലല്ലോ, ബേസ്മെൻറ്റ്. ഇതാണ് നമ്മുടെ ഒരു ഏരിയ. ഇവിടെ ആരും അങ്ങനെ വരത്തില്ല. നമുക്കിവിടെ കുറേ സംഭവം പോകാനുണ്ട്, കുറേ സ്ഥലത്ത് പോകാനുണ്ട്. ക്ലാസ് റൂം, ചർച്ച്, ഗാർഡൻ, അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. അവിടെ പോയി ഓരോ സംഭവങ്ങൾ ഇങ്ങനെ എടുത്ത് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് അടിക്കണം. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ വെപ്പണിൻ്റെ ആ സംഭവമാണ്. ഇത് ഇവിടെ ഒരു വെപ്പൺ ക്രാഫ്റ്റ് ചെയ്യാൻ നമുക്കുണ്ട്. അപ്പോൾ ആ സംഭവം എടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് ബാക്കി വെപ്പണും കൂടെ ഇതാ അതിൻ്റെ മറ്റേ പാർട്ടാട്ടോ. ഈ പാർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു വെപ്പൺ റെഡിയാകും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ് റൂമിലേക്ക് പോകാം. അതിൻ്റെ അല്ലേ നമ്മളിപ്പോൾ തുറന്നേ. ക്ലാസ് റൂമിൻ്റെ മണ്ടയിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ട് ഒച്ച എണീക്കടെ. ഇവിടെ നിന്നെയും തുറന്നേ. ഓക്കെ, നമുക്ക് സ്കൂളിൻ്റെ മണ്ടയിലോട്ട് പോകാൻ പറ്റുന്നുണ്ട്. വേണ്ടത് ആരുമില്ലല്ലോ. ഇവിടെ ഒരു സംഭവം ഇരിപ്പുണ്ട്, ഇത് നമുക്ക് വേണം. പിന്നെ ഇത് പുള്ളിക്കാരൻ്റെ എന്തോ ഫോട്ടോ ആണ്. ഇതാണ് നമ്മുടെ മറ്റേ ഇതൊക്കെ ലാബാണ് നമ്മുടെ അല്ല, ലാബ്, അത്രയും അറിഞ്ഞാൽ മതി. അപ്പം നമുക്ക് ഈ സംഭവം എടുത്തിട്ടുണ്ട്, ഇതുകൊണ്ട് താഴെ കൊണ്ടുപോകാം. ഇതാണ് ഇതുവഴി താഴോട്ട് ഇറങ്ങുക. ഒച്ച കേൾക്കുന്നുണ്ട്. ഈ ലിവറും കൊണ്ട് ഇവിടെ ലിവറില്ലാത്തൊരു സംഭവം ഉണ്ട്, അതിനകത്ത് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. ഒരു ലിവർ കിട്ടും. പിന്നെ വേണ്ടത് ഇത് നമുക്ക് തുറക്കാം, ഇത് വിഷയമില്ല. ഇത് ഗാർഡനിലുള്ള സംഭവമാണ്. ഇവിടെ ചർച്ചും കൂടെ തുറന്ന് വെച്ചേക്കാം. ഇനി നമുക്ക് പോവേണ്ടത് ലിവർ തുറന്ന സംഭവത്തിലേക്ക് പോവാം. ഇവിടുന്ന് ഇതിനകത്ത് തന്നെ പരിപാടി നോക്കാം. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുന്നാണെങ്കിൽ ഇവിടെ ആരും അങ്ങനെ കാണുന്നില്ല, ആരും ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഉച്ചയോടെ ഞാൻ തുറക്കുന്നു, ആരുമില്ല. അപ്പം നമുക്ക് മുകളിലോട്ട് പോവാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരു മെറ്റൽ ഡിറ്റക്ടർ ഇരിപ്പുണ്ട്. പിന്നെ താഴെ വഴി ആരും കയറി വരുന്നില്ല, അതുകൊണ്ട് നമുക്കിവിടെ നോക്കാം. ഇവിടെയാണെങ്കിൽ ഒരു ടെലിസ്കോപ്പ് ഇരിപ്പുണ്ട്. പിന്നെ അവിടെ എന്തെങ്കിലും സാധനം വേണം. ഇതെന്തുവാ? ഇവിടെ കേബിളിൻ്റെ ആ സംഭവം ഇരിപ്പുണ്ട്. നമുക്ക് വേണ്ടത് ആരും വരുന്നില്ലെന്ന് തോന്നുന്നു. അയ്യോ, ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ ആ വാതിൽ നോക്കിയിരിക്കുമായിരുന്നു. ആരെങ്കിലും ഞാൻ ഒച്ച കേട്ടായിരുന്നു. അണ്ണ് വരുമ്പോൾ ഒരു പ്രത്യേക ഒച്ചയുണ്ട്.
അപ്പം ആ ഒച്ച ഞാൻ കേട്ടായിരുന്നു. പക്ഷേ ഞാൻ ഓർത്ത് വാതിലിന് അവിടെ നിന്ന് കണ്ട് ഇങ്ങോട്ട് വരുവാന്ന്. അപ്പോൾ അത് ഓർത്ത് വാതിലിൻ്റെ അവിടെ പോയി നിന്നതാണ്. പക്ഷേ അതല്ല സംഭവം. നമുക്കിനി അവിടെ നമ്മൾ 2 സംഭവം കണ്ടായിരുന്നു. മെറ്റൽ ഡിറ്റക്ടറും പിന്നെ എന്തുമായിരുന്നു കണ്ടേ? മെറ്റൽ ഡിറ്റക്ടറും ഞാനൊരു എന്തോ ഒരു വേറൊരു സംഭവം കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ അത് പോയി എടുക്കണം. അപ്പോൾ അങ്ങോട്ട് പോയാൽ പണി കിട്ടും. കാരണം വേറെ പരിപാടിയൊക്കെ അവിടെ ഇപ്പം 2 സംഭവങ്ങളൊക്കെ കാണും. അതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലം പിടിക്കാം. നമ്മളെവിടാ പോയേ? നമുക്കിനി ചർച്ചിലോട്ട് പോയാലും അവിടെ ആരും കാണാൻ സാധ്യതയില്ല. ചർച്ചിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നതല്ലല്ലോ അല്ലല്ലേ? ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഒരു പുതിയ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ കണ്ടുപിടിക്കത്തക്ക ഒന്നുമില്ല കേട്ടോ. ഇവിടെ ഈ റൂം ലോക്ക്ഡ്. തുറക്കാൻ പറ്റും. നമുക്കിതിനകത്ത് കീ കണ്ടുപിടിക്കണം. എന്നാന്ന് വെച്ചാൽ 3 കീ ഉണ്ട്. ആ 3 കീ നമുക്ക് കണ്ടുപിടിക്കണം. അതിനു മുമ്പ് നമ്മളിതിൻ്റെ മണ്ടയിൽ കയറിയിട്ടില്ലല്ലേ? അതിൻ്റെ മണ്ടയിലൊന്ന് കയറണം. ഇറങ്ങി ഇതിൻ്റെ മണ്ട ഇവിടെ എന്തോ സംഭവമുണ്ട്. ഇതയക്കാൻ വേറെ സാധനം വേണം കേട്ടോ. സ്ക്രൂ വേണം. സ്ക്രൂ പിന്നെയുള്ള ഇവിടെ ഒരു പുള്ളിക്കാരത്തി ഇത് വലിച്ചു വരുത്തുന്നുണ്ട്. പുള്ളിക്കാരത്തെ ഓടിക്കാൻ നമ്മൾ വഴി തിരിച്ചു പോകാം കേട്ടോ. ഇവിടെ എന്ന് പറയുവാണെങ്കിൽ ആ 3 കീ ഉണ്ടല്ലോ, ആ കീ നമുക്കിവിടെ തുറക്കാൻ പറ്റും. അതുമാത്രമുള്ള തോന്നുന്നു ഇവിടുത്തെ പരിപാടി. ഞാൻ ആ കാര്യം എന്നാന്ന് വെച്ചാൽ എനിക്ക് സംഭവം പിന്നെയാണ് മനസ്സിലായേ. നമുക്ക് നണ്ണും കാര്യങ്ങളും നണ്ണോ പുള്ളിക്കാരത്തിയുടെ പെറ്റോ നമ്മുടെ പുറകെ ഉണ്ട്. നമുക്ക് സംഭവം നമുക്ക് ഇങ്ങോട്ട് ആ സംഭവം നമുക്ക് തുറക്കാൻ പറ്റത്തില്ല. ഞാൻ എവിടെ നിർത്തിയേ? ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഇവിടുന്ന് പോയ മെറ്റൽ ഡിറ്റക്ടറും സാധനം ഞാൻ പോയി എടുത്തിട്ട് വരാം. ഇവിടെ ഇനിയും പുള്ളിക്കാരത്തി വരത്തില്ലെന്ന് തോന്നുന്നു. പുള്ളിക്കാരത്തി ചർച്ചിലിരിക്കുവാണ്. അത് എൻ്റെ കൂടെ അങ്ങ് ഇറങ്ങി അങ്ങ് വന്നു. സംഭവം ആരും ഇല്ല എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ സംഭവം ഈ ഡോറ് തുറന്ന് കണ്ടിട്ടില്ല. ആരും ഇല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ ഒരു ക്രോബാർ ഇരിപ്പുണ്ട്. ഈ സാധനമാണ് വേണ്ടത്. ഇപ്പം ഞാൻ ഇതെടുത്തുകൊണ്ട് താഴോട്ട് പോവുകയാണ്. ഈ സാധനം ഇവിടെ ഒന്നും ഇടാൻ പറ്റത്തില്ല. ഇട്ടാൽ നല്ലൊരു ഒച്ചയായിരിക്കും. അതുകൊണ്ട് പിന്നെ പുള്ളിക്കാരത്തി വന്ന മനസ്സീന ക്രോബാറും കൊണ്ട് ഞാൻ താഴോട്ട് പോയി. ഞാൻ ക്രോബാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അവിടെ വേറൊരു സംഭവം കൂടി ഇരിപ്പുണ്ട്. അതും പോയി എടുത്തുകൊണ്ട് വരട്ടെ. ഈ സംഭവം എടുത്തിട്ടുണ്ട്. ഇതെടുത്തുകൊണ്ട് നമുക്ക് താഴോട്ട് പോവാം. ആരുമില്ലല്ലേ? ഇവിടെ ആരുമില്ല. ഈ മെറ്റൽ ഡിറ്റക്ടർ ഇവിടെ വെക്കുക. ഈ മെറ്റൽ ഡിറ്റക്ടർ എന്നാന്ന് വെച്ചാൽ മെറ്റൽ സാധനം വെക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആ 3 കീ ഉണ്ടല്ലോ, ആ കീ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് കീ ഇനിയും പോകാനുള്ളത് നമ്മൾ ചർച്ചിൽ പോയി ഇവിടെ പോയി ഇനി ഇവിടെ പോകും. ഗാർഡനിൽ പോകാം. ഗാർഡനിൽ പോയിട്ട് ഇവിടെ എന്നാ പരിപാടി നോക്കട്ടെ. ഇവിടെ പരിപാടിയൊക്കെ എനിക്കറിയാം. സ്വിച്ച് ഓഫ് ഒക്കെ. നമുക്കൊരു കീ വേണം കേട്ടോ. ഈ കീ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ കിട്ടും. എവിടാന്ന് ചോദിച്ചാൽ നമുക്ക് ക്ലാസ് റൂമിൽ ഒരു കീ കിട്ടും. ഇതിൻ്റെ ആ കീ പോയി എടുത്താൽ നമുക്ക് മേടിക്കാൻ പറ്റും. സംഭവം മനസ്സിലായില്ലേ? നമുക്കൊരു സ്ക്രൂ ഡ്രൈവറും ഈ സംഭവത്തിൻ്റെ ഈ സാധനം കൊണ്ട് ഉപയോഗം എന്നാന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിനാന്ന് വെച്ചാൽ ഫ്യൂസ് എടുക്കാനാണ്. ഇവിടെ ഒരു കേബിൾ ഉണ്ടായിരുന്നല്ലോ, ലോസ്റ്റ് കേബിൾ. ഈ സാധനം ഞാൻ ഇന്ന് പറയുവാണെങ്കിൽ ആ കേബിൾ എനിക്ക് പിടിക്കുമ്പോൾ എപ്പോഴും ഈ സാധനം വരുന്നതാണ്. ഞാൻ ഒരു ലൈഫ് അവിടെ പോകും. കാരണം അവിടെ കറക്റ്റായിട്ട് എടുത്തില്ല. ആ ഫ്യൂസിൻ്റെ ഇതടിച്ച് ഞാൻ ചത്തുപോയി. ആ സംഭവം അവിടെ പോട്ടെ. നമ്മൾ ഈ തവണ എന്തായാലും ഈ സാധനം നമ്മൾ പരിപാടി ഏകദേശം ചെയ്യാനുള്ള പരിപാടിയല്ല എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് അടുത്ത തവണ എന്തായാലും സംഭവം കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. സോ ഗൈസ്, ഈ സംഭവം ഒന്ന് കഴിയട്ടെ.
നമ്മുടെ പരിപാടി തീർത്തിട്ടുണ്ട്. സോ ഗൈസ്, വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ്.